നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല, അച്ഛൻ എന്തു പറഞ്ഞു? അച്ഛൻ ആ ദേവുട്ടിക്ക് കല്യാണം ആലോചിക്കുക, വേറെ കല്യാണം. അതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. അതൊരു നല്ല കാര്യമല്ലേ അമ്മേ? നല്ല കാര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതേ അവക്ക് നല്ല കാര്യം വരുന്നു എന്നല്ല, നിനക്ക് നല്ലത് വരുന്ന കാര്യം. വേറെ വല്ലരുമായിട്ട് ദേവൂട്ടിയുടെ കല്യാണം നടന്ന അതിന്റെ ഗുണം എന്റെ മോക്ക. നിന്റെ ജീവിതത്തിൽ അതൊരു പ്രതീക്ഷ തരുന്നേ. ദേവൂട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദേവൂട്ടി അങ്ങ് പോവൂലേ? അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്താ പ്രതീക്ഷ? അതാണ് സത്യം മോളെ. ദേവൂട്ടി വേറെ കല്യാണം കഴിച്ച് പോകുമ്പോ സന്ദീപിന് അതൊരു ഷോക്കാവും. അവനെ രക്ഷിച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ നിനക്ക് സാധിക്കണം. അത് സാധിച്ചാൽ നമ്മൾ ജയിച്ചു. ഇത് ചില ഓൺലൈൻ ഗെയിമുകൾ പറയുന്ന ടാസ്ക് പോലെ ഉണ്ടല്ലോ അമ്മേ. ആ, നീ ഇതിനെ അങ്ങനെ എടുത്താ മതി. ഒരു ഗെയിം, നീ ആ പറഞ്ഞ ടാസ്ക്, അങ്ങനെ മതി. ദേവൂട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കാൻ തീരുമാനിച്ച വിവരം എന്തായാലും അച്ഛൻ സന്ദീപിനോട് പറയും. അതിനു മുമ്പ് നീ ഒരു തവണ കൂടി സന്ദീപിനൊന്ന് കാണണം. കല്യാണം എന്തെങ്കിലും മുറുകി വരുമ്പോ സന്ദീപ് ദേവൂട്ടിയെ കാണുന്നത് അച്ഛൻ വിലക്ക്. ആ സമയത്ത് ശരിയായിട്ട് കാര്യങ്ങൾ നീക്കിയ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ചെല്ലു മോളെ, എന്റെ മോള് അവനെ ഒന്ന് കാണും, സംസാരിക്കേ. ഇല്ലമ്മേ, ഇനി അയാളുടെ മുമ്പിൽ ചെന്ന് നാടകം കളിക്കാൻ ഞാനില്ല. പോയെടുത്തോളൊക്കെ മതി. നാണം കെട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. നാണം കെടുത്തുന്നതേ അയാള് മാത്രമാണെങ്കിൽ സഹിക്കാം. ആ ഹോട്ടലിലോ പെണ്ണുണ്ടല്ലോ, അവളെയാണ് എനിക്ക് തൊട്ട് സഹിക്കാൻ പറ്റാത്ത. മോളെ, വലിയ വലിയ ഭാഗ്യങ്ങളൊന്നും ഒറ്റയടിക്ക് കയ്യിൽ വരില്ല. അത് കിട്ടാൻ അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരല്പം നാണം കെടേണ്ടി വന്നാലും അതൊക്കെ സഹിച്ചു തന്നെ മുന്നോട്ട് പോകണം. അവിടെയാണ് മോളെ നമ്മളെ പോലുള്ള സാധാരണക്കാര് വിജയിക്കുന്നേ. അമ്മേ, അയാളുടെ ആട്ടും ആക്ഷേപവും കേട്ടൊന്നും എനിക്ക് വിജയിക്കണ്ട. ഇനിയിപ്പം അമ്മയ്ക്ക് എന്നെ ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ വേറെ വഴിയുണ്ട്. വേറെന്ത് വഴി? അമ്മേ, അത് എനിക്കൊരിഷ്ടമുണ്ട് അമ്മേ. അയാളുടെ അച്ഛനൊരു ബിസിനസ്സുകാരനാ. പിന്നെ ഈ സന്ദീപിനെ പോലെ നാടും വീടും കുടുംബത്തിന്റെ ബിസിനസ്സും ഒക്കെ ഉപേക്ഷിച്ച് വല്ലയിടത്തും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരാളല്ല. അയാള് അച്ഛന്റെ ബിസിനസ്സുകളിൽ സഹായിക്കുന്നുണ്ട്, ഒപ്പം സ്വന്തം നിലയിൽ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ ഈ കാര്യമൊന്ന് അച്ഛനോട് പറഞ്ഞിട്ടേ അയാളുമായിട്ടുള്ള എന്റെ കല്യാണം നമ്മ ആലോചിക്കും. ഓ, നിന്റെ ആ ബഡ്ഡി ചെറുക്കൻ അല്ലേ? അതെ. എന്താ പറ്റില്ലേ? അത് വേണ്ട. നീ സന്ദീപിനെ കാണാൻ പോകണ്ട. അല്ലാതെ തന്നെ അവനുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്താനാവൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിർത്തും, അങ്ങോട്ട് പോയി. അവളോട് ചേരാനാണ് നിന്റെ വിധിയെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സുരേന്ദ്രന് സാധിക്കില്ല. മറിച്ച് അവളോട് ചേരാൻ വിധിയില്ലെങ്കിൽ ആ വിധി ആർക്കും തിരുത്താനും ആവില്ല. നീ അതോർത്ത് വിഷമിച്ചാലും ഇല്ലെങ്കിലും ഫലങ്ങൾ മാറി മറിയില്ല. കുമാരേട്ടൻ, ഞാൻ ഇന്നലെ ഇന്ദുമതിയോട് ദേവൂട്ടിയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പതിവിന് വിരുദ്ധമായി അവളും അത് സമ്മതിച്ചു. എത്രയും വേഗം നടത്തണമെന്ന നിലയിലാ അവള് സംസാരിച്ചത്. അതൊരത്ഭുതമാണല്ലോ സുരേന്ദ്ര.
എങ്കിലേ ഇതാണ് പറ്റിയ സമയം. എത്രയും പെട്ടെന്ന് കൊള്ളാവുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ച് അതങ്ങ് നടത്തണം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിചാരിക്കുന്നത്. പറ്റിയൊരു പയ്യനെ ഒത്തുകിട്ടുന്നതാ വിഷമം. അത് നമുക്ക് ഏതെങ്കിലും ബ്രോക്കർമാരോട് പറയാം. ഇതിനിടയ്ക്ക് ഒരു ബ്രോക്കർ ഒരു കേസ് കൊണ്ടുവന്നത് കണ്ടില്ലേ? എന്തൊക്കെ പുലിവാല് പിടിച്ചു അതിന്റെ പേരില്. അതിന് ബ്രോക്കറെ കുറ്റം പറയാൻ പറ്റുമോ? ഏത് കല്യാണ കേസ് വന്നാലും നമ്മൾ അവരുടെ സ്ഥലത്ത് പോയി അന്വേഷിക്കണം. അത് ആണിന്റെ കാര്യത്തിലായാലും അതെ പെണ്ണിന്റെ കാര്യത്തിലായാലും. ഒന്ന് ആലോചിച്ച് ഇനിയൊരു കേസ് വന്നാ അതിൽ ഉപേക്ഷ വിചാരിക്കണ്ട. അത് ചെയ്യാം. കുമാരേട്ടന് പരിചയമുള്ള ബ്രോക്കർമാരെങ്കിലും ഉണ്ടെങ്കിൽ കുമാരേട്ടനൊന്ന് പറയണം. ആവാം. ഞാനും നോക്കട്ടെ. കൊള്ളാവുന്ന ബ്രോക്കർമാരെങ്കിലും കാണും, അവരെ ഏൽപ്പിക്കാം. എന്താ നിങ്ങള് ബ്രോക്കർമാരുടെ കാര്യമൊക്കെ സംസാരിക്കുന്നത്? പുതിയ വീടും പറമ്പൊക്കെ വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? വീടും പറമ്പും അല്ല, ദേവൂട്ടിയുടെ കല്യാണം നടത്തണം. അതിനൊരു ചെക്കനെ തിരക്കി പിടിക്കണം. അതിനാണ് ബ്രോക്കറെ തിരയുന്നത്. മനസ്സിലായോ? അത് വേണ്ട നിങ്ങള്, അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കണ്ട. ഞാനല്ലാതെ പിന്നെ ആരാ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്? അവൾ എന്റെ മകളാ. അതല്ലാന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവൾക്ക് കല്യാണം ആലോചിക്കേണ്ടത് ആരാ? നാട്ടിലുള്ളവരാ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ദേവൂട്ടിയുടെ കല്യാണം ആലോചിക്കേണ്ടത് അങ്കിള് തന്നെയാണ്. പക്ഷേ അതിനി ഒരു ബ്രോക്കറെ അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പയ്യനെ നീ കൊണ്ടുവരും? കൊണ്ടുവരണ്ടല്ലോ, പയ്യൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ? തട്ടാശ്ശേരി മാധവൻ മകൻ സന്ദീപ് മാധവൻ. ഓ, തട്ടാശ്ശേരി മാധവൻ മകൻ സന്ദീപ്. കുറെ കാലമായി കൊതിപ്പിക്കുക നിന്റെ ഈ പുറനാടകം. ഇത്രയും നാള് ഞങ്ങൾ വിശ്വസിച്ചു. ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. ഇനി അത് പറ്റില്ല സന്ദീപേ. കൂലിപ്പണിയെടുക്കുന്നവനായാലും മതി. ഒരു പയ്യൻ ഒത്തുവന്നാ ഞങ്ങളത് നടത്തും. അങ്കിൾ, എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതിനിടയിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഇനി നീ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ദേ അങ്കിളെ, ബഹുമാനത്തോടെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ബഹുമാനം തന്നേ പെരുമാറിയിട്ടുള്ളൂ. അതിൽ നിന്നും മാറി ഒരു നിലപാടെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത്. സൗപർണിക എന്റെ പെണ്ണാണ്. അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. സൗവർണിക എന്റെ പെണ്ണാണെന്ന് പറഞ്ഞോണ്ടിരുന്നാ പോരാ. അതിന് പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തി നിന്റെ പെണ്ണാക്കണം. നീ ഇപ്പൊ പറ, നാളെ നിന്റെ കല്യാണം നടത്താം. നിന്റെ ഉടുതുണി മുതൽ ഞങ്ങൾ എടുത്തോളാം. എന്താ, പറ്റുമോ? കുമാരേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അല്പം കൂടി സമയം താ. ഞാൻ എങ്ങും പോവില്ല. ഒരു പേരുദോഷം വരുത്തുകയില്ല. നീ എങ്ങും പോവില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. എങ്ങോട്ടെന്ന് വെച്ചാൽ നീ പോ. എന്നാലെങ്കിലും എന്റെ കുഞ്ഞിനൊരു വഴി തെളിഞ്ഞു വരുമല്ലോ. ദേ അങ്കിളെ, ഞാനൊരു കാര്യം പറയാം. സൗവർണിക ഒപ്പമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ആര് ശ്രമിച്ചാലും അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. അവൾക്ക് കല്യാണം ആലോചിക്കുന്നത് മാറ്റിവെക്കുന്നത് അങ്കിളിന് നല്ലത്. അല്ലെങ്കിൽ